ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഇന്ന് സേമിയ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന വിധമാണ്. എല്ലാവർക്കും സേമിയ ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം, പക്ഷേ ഇത് എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം ദൂരെയുള്ളവർക്ക്, വിദേശത്തൊക്കെ ഉള്ളവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പാൻ ഞാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഹോം മെയ്ഡ് ഗീ ആണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഗീ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഗീ ആഡ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും പിന്നെ റേസിൻസ്, അതായത് ഉണക്കമുന്തിരിയും വറുത്ത് കോരണം. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണേ. കാരണം കാഷ്യൂനട്ട് ഒന്ന് ബ്രൗൺ കളർ ആകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം അത് ഇട്ട് കൊടുക്കുന്നത്. അതൊന്നും ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കതിലേക്ക് റേസിൻസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വറുത്ത് കോരി മാറ്റി വെക്കണം. അതൊന്ന് ബ്രൗൺ ആകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഇപ്പോൾ അതൊരു ബ്രൗൺ കളറായി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് റേസിൻസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച്. ചിലവർക്ക് അധികം റേസിൻസും കാഷ്യൂനട്ട്സും അങ്ങനെ അതിനകത്ത് പായസത്തിൽ കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, അത് റെഡിയായി. ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ മലയാളി ഷോപ്പിൽ കിട്ടും. എപ്പോഴും തന്നെ ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പൊടികളും ഇങ്ങനത്തെ വെർമിസെല്ലി പായസം ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിലും ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല ബ്രാൻഡാണ്. ഇനി ആ നെയ്യിലേക്ക്, ഇത് റോസ്റ്റഡ് ആണ് എന്നാൽ പോലും ഞാൻ ഒന്നും കൂടി അതിനകത്ത് നെയ്യിലിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്ത് എടുക്കും. അപ്പം നെയ്യൊക്കെ അതിലൊന്ന് പിടിച്ച് നല്ലതായിട്ടൊന്നത് ആ വെർമിസെല്ലി ഒന്ന് നന്നായിട്ട് അതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരും. ഇനി അതിലേക്ക് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ഞാൻ മിൽക്കും ആഡ് ചെയ്യും. കാരണം സേമിയ പായസം ഉണ്ടാക്കിയവർക്കറിയാം അത് പാല് വേഗം വറ്റിപ്പോകും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർക്കും. അതിലേക്ക് പാലും കൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് വേകാൻ വേണ്ടി വെക്കും. അതിന് ശേഷം ആവശ്യാനുസരണം മിൽക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ആവശ്യാനുസരണം. അധികം മധുരം വേണ്ടാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. മധുരം നല്ല ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. കണ്ടോ, അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ കാടമൻ ഇട്ടു, അതായത് ഏലക്ക. അത് പൊടിച്ച് ഒന്ന് ചതച്ച് പൊടിച്ചത് അതും ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഡ്രൈ ജിഞ്ചറിൻ്റെ പൗഡർ, അത് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും കൂടുതൽ ആഡായ. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്. ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട. അതുപോലെ തന്നെ ഇച്ചിരി കുങ്കുമത്തിൻ്റെ ഫ്ലേക്സ് ആണ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു കളറ് കിട്ടും നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി മാത്രം ചേർക്കുന്നു. അത് ഓപ്ഷനിലാണ്. ഇനി സാഗോ അല്ലെങ്കിൽ ചൗവരി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ അവിടെ ചൗവരി എന്ന് പറയും, അല്ലെങ്കിൽ സാഗോ. അത് വേവിച്ച് വെച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി അത് സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും പാല് ഒന്ന് കുറുകുന്നതായിട്ട്. അപ്പോൾ ആവശ്യാനുസരണം പാൽ ചേർക്കുക. ഇനി ഞാൻ അതിനകത്ത് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ കോൾസിയിൽ നിന്ന് മേടിച്ച കണ്ടൻസ് മിൽക്കാണ്. അത് ഞാൻ ആദ്യം അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പൂണിൽ നിന്ന് കോരി അതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുക. ഇത് മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതൊരു ടേസ്റ്റ് നൽകും നമ്മുടെ പായസത്തിന്. പായസം ഒന്ന് കുറുകാനും ഹെൽപ്പ് ചെയ്യും. എനിക്ക് കുറുകിയ പായസം ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ്.
അതിനി അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഞാൻ വറുത്ത് കോരി വെച്ച കാഷ്യൂനട്ടും റേസിൻസും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് പിന്നെ ഒന്നും കൂടെ ഒന്ന് ഷുഗറൊക്കെ ഉണ്ടോ എന്ന് നോക്കും. കുറവാണെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പായസം റെഡിയായി. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ആർക്ക് വേണേലും വീട്ടിലുണ്ടാക്കി നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസമാണ്. അപ്പോൾ നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഉണ്ടാക്കാൻ അറിയാത്ത ഫ്രണ്ട്സും കാണും. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെയുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ വിദേശത്തുള്ളവർക്കൊക്കെ സ്റ്റുഡൻറ്റ് വീസിലൊക്കെ വന്നവരൊക്കെ ഉണ്ടാവും ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം.